നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് തീവ്രവാദികൾ രാത്രിയുടെ ഏകാന്തതയിൽ നടത്തിയ മിന്നലാക്രമണത്തിൽ 100-ലേറെ ഇസ്രയേലി വനിതകളെ മാനഭംഗപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ മിന്നലാക്രമണത്തിൽ കൂട്ടക്കൊലയും ബന്ദികളാക്കലും മാത്രമല്ല ഹമാസുകൾ നടത്തിയത്, മറിച്ച് ഒട്ടേറെ ഇസ്രയേലി വനിതകളെ ഹമാസുകൾ അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു. ഇസ്രയേൽ ഹമാസുകൾക്ക് നേരെ ഇത്ര വലിയ ആക്രമണങ്ങൾ നടത്താനും ഹമാസുകളെ ഉന്മൂലനം ചെയ്യാതെ പിന്നോട്ടില്ലെന്ന ഉറച്ച പ്രഖ്യാപനം നടത്താനും കാരണം ഹമാസുകളുടെ ഈ കൊടും ചെയ്തികൾ തന്നെയാണ്. ഹമാസുകൾ ബന്ദികളാക്കിയ നിരവധി സ്ത്രീകളെ ഹമാസുകൾ ഇപ്പോഴും തടവറയിൽ ലൈംഗികമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന സംശയവും ഇസ്രയേലിനുണ്ടെന്നിരിക്കെ യുദ്ധത്തിന് ഉടനെയൊന്നും അറുതിയുണ്ടാവില്ല. ഒക്ടോബർ 7-ന് ഇസ്രയേലിന് നേർക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ ലൈംഗിക കുറ്റകൃത്യങ്ങളും നടന്നുവെന്ന് UN റിപ്പോർട്ട് ശരിവെച്ചിരിക്കുന്നു. ആക്രമണ വേളയിലും പിന്നീട് ബന്ദികളെ ഗാസയിലേക്ക് കൊണ്ടുപോയപ്പോഴും കൂട്ടബലാത്സംഗങ്ങൾ നടന്നതായും ഇത്തരത്തിലുള്ള ആക്രമണം നടന്നുവെന്ന് ബോധ്യപ്പെടാൻ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഐക്യരാഷ്ട്രസഭയുടെ യുദ്ധകാര്യ റിപ്പോർട്ടിൽ പറയുന്നു. ബന്ദികളിൽ ചിലർ ഇത്തരം ആക്രമണത്തിന് ഇരയാകുന്നു എന്ന് ഭയപ്പെടുത്തുന്ന വിവരവും വൈകി പുറത്തുവരികയാണ്. ഒക്ടോബർ 7-ന് ഹമാസും മറ്റ് സായുധ സംഘങ്ങളും സിവിലിയന്മാർക്കും സൈനിക കേന്ദ്രങ്ങൾക്കും നേർക്ക് നടത്തിയ സംഘടിത ആക്രമണത്തിൽ വിവിധയിടങ്ങളിൽ ബലാത്സംഗവും കൂട്ടബലാത്സംഗവും പോലെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടന്നതായി സ്ഥിരീകരണം വന്നതോടെ ഹമാസിന്റെ ആക്രമണത്തിന് പുതിയ മാനം കൈവന്നിരിക്കുന്നു. ഇസ്രയേലുകളുടെ വീടുകളിൽ മുതിർന്നവരെ പരിചരിക്കാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഹോം നേഴ്സുമാരും ആയമാരും ഇത്തരത്തിൽ കയ്യേറ്റത്തിന് ഇരകളായതായി സംശയിക്കുന്നു. ഹമാസുകളുടെ മിന്നൽ ആക്രമണത്തിൽ ആ രാത്രി കൊല്ലപ്പെട്ട സ്ത്രീകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ഇക്കാര്യം ശരിവെക്കുന്നതാണ്. മൃതശരീരങ്ങളെ പോലും ഹമാസ് തീവ്രവാദികൾ അപമാനിച്ച സാഹചര്യത്തിൽ ഹമാസുകളോട് പൊറുക്കാൻ തനിക്കാവില്ലെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കർക്കശമായ നിലപാട്. ബലാത്സംഗത്തിന് ഇരയായവരോട് മുന്നോട്ട് വരാനും സംഭവത്തെക്കുറിച്ച് പറയാനും ആവശ്യപ്പെട്ടെങ്കിലും ആരും അതിന് തയ്യാറായിട്ടില്ല. അതിനിടെ ഇസ്രയേൽ ഹമാസ് പോരാട്ടം 5 മാസത്തോടടുക്കുമ്പോൾ മരണം 31,000 കടന്നിരിക്കുന്നു. കുഞ്ഞുങ്ങളും സ്ത്രീകളും ഇത്രത്തോളം കൊല്ലപ്പെട്ട യുദ്ധം ഈ നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടില്ലെന്നിരിക്കെയും ഹമാസുകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരാളെയും വെറുതെ വിടില്ലെന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3,4 ലക്ഷം പേർക്ക് ഈ യുദ്ധത്തിൽ മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. ഇസ്രയേലിൽ ഹിസ്ബുള്ള നടത്തിയ ഷെല്ലാക്രമണത്തിൽ കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെൽ ഇന്നലെ കൊല്ലപ്പെട്ടതും യുദ്ധത്തിന്റെ മറ്റൊരു കണ്ണീർ വാർത്തയായിരിക്കുന്നു. ആക്രമണത്തിൽ 2 മലയാളികളടക്കം 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഈന്തപ്പന തോട്ടത്തിൽ ജോലി തേടിയെത്തിയവരാണ് ആക്രമണത്തിന് ഇരയായത്. 2 വർഷങ്ങൾക്ക് മുൻപ് അഷ്കലോണിൽ ഹമാസ് നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഇടുക്കി കീരിത്തോട് സ്വദേശി സൗമ്യ സന്തോഷ് കൊല്ലപ്പെട്ടിരുന്നു. 5-ാം മാസത്തേക്ക് അടുക്കുമ്പോഴും ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് അറുതിയായിട്ടില്ല. സഹായ സാധനങ്ങൾ നിറച്ച ട്രക്കിനായി കാത്തിരിക്കുന്ന ആളുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഇസ്രയേൽ സൈന്യം നിറയൊഴിച്ചതിനെ തുടർന്ന് ഗാസയ്ക്ക് സമീപം 104 പലസ്തീനുകാരാണ് കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിക്ക് സമീപമായിരുന്നു സംഭവം നടന്നത്. 250 പേർക്ക് പരിക്കേറ്റു. ഗാസയിൽ പട്ടിണി മരണം വ്യാപകമായതും കൂട്ടമരണത്തിന് സാധ്യതയേറുകയാണെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. 26 ലക്ഷം ജനങ്ങൾ വീടും തൊഴിലും സ്വത്തുവകകളും നഷ്ടപ്പെട്ട് അനാഥരെ പോലെ കഴിയുന്നത്. ഇവരുടെ പുനരധിവാസത്തിനുള്ള സാധ്യതകളെല്ലാം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.